പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ നിന്നും 8 കിലോമീറ്റർ തെക്കുമാറി നടക്കാവ് എന്ന സ്ഥലത്തു നിന്നും ഏകദേശം 1 കിലോമീറ്റർ പടിഞ്ഞാറായി വേമ്പനാട്ട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് ആമേട നാഗരാജ ക്ഷേത്രം. പരശുരാമൻ കേരളക്കരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വേമ്പനാട്ട് കായലിന്റെ തീരത്ത് ഇപ്പോഴത്തെ ആമേട എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. സൂര്യാസ്തമന സമയത്ത് സന്ധ്യാവന്ദനത്തിനിറങ്ങിയപ്പോൾ കായലിൽ ഒരു ദിവ്യ തേജസ് കണ്ടു. അദ്ദേഹം ആ ദിവ്യ തേജസ് എന്തെന്നറിയാൻ വേണ്ടി കായൽ മധ്യത്തിലേക്ക് ഇറങ്ങി നടക്കുകയുണ്ടായി. ആമകളുടെ പുറത്ത് യാത്ര ചെയ്യുന്ന സപ്തമാതൃക്കളാണ് ആ ദിവ്യ തേജസ്സിന്റെ ഉറവിടമെന്ന് അദ്ദേഹത്തിന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി. പരശുരാമന് വേണ്ടി ജലം വഴിമാറിയതോടെ ആമകൾക്ക് സഞ്ചരിക്കാനാവാതായി. അങ്ങനെ ആമ നിന്ന ഇടം പിന്നീട് കാലക്രമേണ ആമേടയായി അറിയപ്പെട്ടു. പരശുരാമനാൽ കൊളുത്തപ്പെട്ട ഒരു ദീപമാണ് ഇന്നും ക്ഷേത്ര കോവിലിൽ അണയാതെ നിലനിൽക്കുന്നതെന്ന് വിശ്വസിച്ചു വരുന്നു. ബ്രഹ്മാണി, വൈഷ്ണവി, മഹേശ്വരി, കൗമാരി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി എന്നീ ദേവിമാരാണ് സപ്തമാതൃക്കൾ. ആദിപരാശക്തിയുടെ വിഭിന്ന രൂപങ്ങളാണ് സപ്തമാതൃക്കൾ. സപ്തമാതൃക്കളോടൊപ്പം വീരഭദ്രനെയും ഗണപതിയെയും പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ആമേട നാഗരാജ ക്ഷേത്രം. സർപ്പദോഷത്തിനും രാഹുവിന്റെ അപഹാരകാലത്തുണ്ടാകുന്ന വൈഷമ്യത്തിനും വേണ്ട പരിഹാരത്തിനായി ധാരാളം ഭക്തജനങ്ങൾ ഇന്ന് ഈ ക്ഷേത്രത്തെ ആശ്രയിച്ചു പോരുന്നു. സപ്തമാതൃക്കൾ ജലത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ അവരുടെ സേവികയായ ആമരൂപം പൂണ്ട ജലയക്ഷി ഇപ്പോഴും വേമ്പനാട്ട് കായലിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. നാഗദൈവങ്ങൾ ഉഗ്രശക്തിയായി കുടിയിരിക്കുന്ന ആമേട നാഗരാജ ക്ഷേത്രം ദിനം പ്രതി ഉയർച്ച കൈവരിച്ചുകൊണ്ട് ഒരു മഹാക്ഷേത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തലക്ഷങ്ങളുടെ ആരാധനാ കേന്ദ്രമാണ് ആമേട നാഗരാജ ക്ഷേത്രം. ഇവിടെ എത്തി മനമുരുകി പ്രാർത്ഥിക്കുമ്പോൾ ജീവിത ദോഷങ്ങൾക്ക് അറുതിയുണ്ടാവുന്നു, വിഘ്നങ്ങൾ അകന്നു പോകുന്നു, ജീവിതം ആനന്ദപൂർണമാവുന്നു. അതെ, ആമേട നാഗരാജ ക്ഷേത്രം പുണ്യം ചൊരിഞ്ഞുകൊണ്ട് നിലകൊള്ളുകയാണ്. കർക്കിടക മാസത്തിന്റെ പുണ്യം നുകർന്നുകൊണ്ട് മറ്റൊരു പൊൻപുലരി കൂടി. രാമായണ മാസത്തെക്കുറിച്ച് പറയുമ്പോൾ രാമായണം എന്നത് സഞ്ചാരമാണ്. അതൊരു ജീവിതയാത്രയാണ്. ഒരു കാട്ടാളനിൽ നിന്നും ആദികവിയിലേക്കുള്ള സഞ്ചാരം, രാമൻ്റെ സഞ്ചാരം, നന്മയുടെയും തിന്മയുടെയും ജയപരാജയങ്ങളുടെയും സഞ്ചാരം, ആഗ്രഹങ്ങളുടെയും ദുരാഗ്രഹങ്ങളുടെയും സഞ്ചാരം. അങ്ങനെ പല പല സഞ്ചാരങ്ങൾ ഇവിടെ ഒത്തുചേർന്നു. തിരിച്ചറിവിലേക്കുള്ള സഞ്ചാരമാണ് യഥാർത്ഥ രാമായണം. ഓരോ കർക്കിടക മാസത്തിലും രാമായണം പാരായണം ചെയ്യുമ്പോൾ അത് കേവലം കർക്കിടക മാസത്തിലേക്ക് മാത്രമുള്ളതല്ല, മറിച്ച് ജീവിതാവസാനം വരെയുള്ള സന്ദേശമാണ്, തത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് രാമായുന്നത് രാമായണം. പിബരേ രാമരസത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പിബരേ രാമരസം നമസ്കാരം. രാമായണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെ പറ്റി ചെറിയൊരു ആമുഖം. രാമായണം എല്ലാ കാലത്തെയും വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അതിലെ ശ്രീരാമചന്ദ്രൻ്റെ സത്യനിഷ്ഠയും ധർമ്മത്തിനോട് ചേർന്ന് നടക്കാനുള്ള പ്രതിബദ്ധതയും എന്നും ശ്ലാഘനീയം തന്നെയാണ്. പക്ഷേ രാമായണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെ പറ്റി പറയുമ്പോൾ അതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ധാരാളം വിഷമതകളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രങ്ങളാണ്. പലർക്കും പല സങ്കടങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് ഓരോ സ്ത്രീകളുടെയും മനോനിലകൾ അതിൽ വരുന്നത്. അവർക്ക് വരുന്ന അവഗണനകൾ, ഒറ്റപ്പെടലുകൾ എല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കൃതിയാണ് രാമായണം. എങ്കിൽ പോലും ഓരോ സ്ത്രീ കഥാപാത്രങ്ങളും ആത്മശക്തി ഊർജമായി സ്വീകരിച്ച് സ്വയം ജ്വലിക്കുന്നുണ്ട്.
രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രമാണ് സീത. ഒരുപക്ഷെ രാമായണം വായിക്കുമ്പോൾ അല്ലെങ്കിൽ രാമായണം കഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏറ്റവും അധികം മനസ്സിൽ നൊമ്പരം തോന്നുന്ന ഒരു കഥാപാത്രം തന്നെയാണ് സീത. ദത്തെടുക്കപ്പെട്ട ഒരു മകളാണ് സീത. കുട്ടിക്കാലത്ത് വളരെ സന്തോഷകരമായി രാജകുമാരിയായി കൂട്ടുകാരുടെ കൂടെ സഹോദരിമാരുടെ കൂടെ കളിച്ചു കഴിഞ്ഞിരുന്ന സീത വിവാഹശേഷം രാമന്റെ രാജധാനിയിലേക്ക് എത്തുന്നു. രാമന്റെ പട്ടാഭിഷേക സമയത്ത്, ശ്രീരാമദേവന്റെ പട്ടാഭിഷേക സമയത്ത് അദ്ദേഹം സിംഹാസനം ഒഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ എല്ലാ ആഡംബരങ്ങളും സൗകര്യങ്ങളും ഉപേക്ഷിച്ച് താപസവേഷം ധരിച്ച് എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിച്ച് അദ്ദേഹത്തോടൊപ്പം അനുഗമിച്ചു. അത്രയും മനഃശക്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു സീത. എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിച്ച് കാട്ടിലൂടെ നടക്കുമ്പോൾ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കാൻ മനസ്സിനെ സ്വയം പാകപ്പെടുത്തിയവളായിരുന്നു സീത. രാവണനാൽ അപഹരിക്കപ്പെട്ട് രാവണ രാജ്യത്തിലെത്തി അശോകവനിയിൽ കഴിയുമ്പോൾ ഇതേ മാനസിക ശക്തി തന്നെ സീത അവിടെയും കാണിച്ചിരുന്നു. ഏറ്റവും അധികം ഇച്ഛാശക്തി പേറുന്ന ഒരു സ്ത്രീയായിരുന്നു സീത. രാവണന്റെ രാജ്യത്തിൽ കഴിഞ്ഞതിൻ്റെ പേരിൽ അഗ്നിശുദ്ധി തെളിയിക്കപ്പെടേണ്ടി വന്നിട്ടും അതിൽ ഒരു സങ്കടമോ അല്ലെങ്കിൽ അതിലൊരു ഉള്ളുരുക്കമോ സീത കാണിച്ചിട്ടില്ല. ഭൂമിയോളം ക്ഷമിക്കാൻ അറിയാമെന്ന് സീത വീണ്ടും തെളിയിച്ചതാണ്. പക്ഷേ ഏറ്റവും അവസാനം വീണ്ടും ലവകുശന്മാരെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ മക്കളെ കണ്ടുപിടിച്ച ശേഷം വീണ്ടും ശ്രീരാമദേവൻ അഗ്നിശുദ്ധി തെളിയിപ്പിക്കാൻ പറയുന്ന സമയത്താണ് സീതയിലെ ആ സ്ത്രീത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു ചിന്താഗതി. സീത വീണ്ടും പരിശുദ്ധി തെളിയിക്കാൻ ആഗ്രഹിക്കപ്പെടാതെ സ്വന്തം വളർത്തി വലുതാക്കിയ മക്കളെ അവരുടെ അച്ഛനെ ഏൽപ്പിച്ച് അത് ഉപേക്ഷിക്കാൻ വീണ്ടും ഭാര്യ പദവിയിലേക്ക് ശ്രീരാമദേവൻ ക്ഷണിക്കുമ്പോൾ അത് ഉപേക്ഷിക്കാനുള്ള ധൈര്യം കാണിച്ച അത്രയും തൻ്റെ ഇടമുള്ളൊരു സ്ത്രീയാണ് സീത. പിന്നെ ഇതേപോലെ തന്നെ വളരെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കഥാപാത്രമാണ് ഊർമിള. സീതാദേവി രാമദേവനോടൊപ്പം സ്വന്തം ഭർത്താവിൻ്റെ കൂടെ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഊർമിള അതുകൂടി ചെയ്യാൻ സാധിക്കാതെ, ഭർത്താവിനോടൊപ്പം പോകാൻ സാധിക്കാതെ, ഒരു പക്ഷേ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ ലക്ഷ്മണൻ കൊണ്ടുപോകാമായിരിക്കാം. പക്ഷെ ലക്ഷ്മണന്റെ ആ കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിക്കപ്പെടാൻ വേണ്ടി തന്നെ സ്വയം അത് വേണ്ട എന്ന് വെച്ച് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹം ചെയ്യേണ്ട ചുമതലകളും കൂടി ചെയ്യാൻ വേണ്ടി ഭർത്തൃമാതാവിനെയും മറ്റുള്ളവരെയും ശുശ്രൂഷിക്കാൻ വേണ്ടി സ്വയം ആ സൗഭാഗ്യം, ഒപ്പം കാനനത്തിലേക്ക് പോകേണ്ട സൗഭാഗ്യം വേണ്ടെന്ന് വെച്ച് വിദൂരങ്ങളിൽ നിന്ന് പ്രണയിച്ചവരാണ് ലക്ഷ്മണനും ഊർമിളയും. സ്വന്തം ഭർത്താവ് വനത്തിൽ പോയി ജ്യേഷ്ഠനും ജ്യേഷ്ഠയ്ക്കും വേണ്ടി എല്ലാ കർത്തവ്യങ്ങളും നിർവഹിക്കുമ്പോൾ അതേ കർത്തവ്യങ്ങൾ വീട്ടിലിരുന്ന് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ നിർവഹിച്ചൊരു വനിതാരത്നമാണ് ഊർമിള. പിന്നെ ഒരു സ്ത്രീ കഥാപാത്രം കൈകേയി. ദശരഥ മഹാരാജാവിന്റെ 3 ഭാര്യമാരിൽ യോദ്ധാവായ സ്ത്രീയാണ് കൈകേയി. തന്നെയാണ് ഭർത്താവ് ഏറ്റവും അധികം സ്നേഹിക്കുന്നതെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഭർത്താവിന് വേണ്ടി സ്വന്തം ജീവൻ പോലും വെടിയാൻ തയ്യാറായി യുദ്ധമുഖത്ത് നിന്ന ഒരു സ്ത്രീയാണ് കൈകേയി. പക്ഷേ സ്വന്തം മകന്റെ ഭാവിക്ക് വേണ്ടി രാമനെ കാട്ടിലേക്ക് അയക്കാൻ ഭർത്താവിനോട് ആവശ്യപ്പെടാൻ ധൈര്യം കാണിച്ചൊരു സ്ത്രീയാണ്. അത് സ്വന്തം സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രയത്നിച്ച ആളാണ് കൈകേയി, ഒരു സ്ത്രീയാണ് കൈകേയി. അധികാരത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീയാണ് കൈകേയി എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കൈകേയി വളരെയധികം ബുദ്ധികൂർമ്മതയുമുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ്. പിന്നെ ഈ രാമായണത്തിൽ പറയുന്ന കഥാപാത്രങ്ങൾ, രാമായണത്തിൽ വരുന്നൊരു കഥാപാത്രമാണ് അഹല്യ. സ്വന്തം തെറ്റിന് അല്ല എങ്കിൽ കൂടി അറിയാതെ ചെയ്ത തെറ്റിന് വേണ്ടി എത്രയോ വർഷക്കാലം ശിലയായ മനസ്സോടുകൂടി ഒരു സൗഭാഗ്യം അനുഭവിക്കാതെ
തപസ് ചെയ്തൊരു സ്ത്രീയാണ് അഹല്യ. പിന്നെ രാമായണത്തിലെ ഏറ്റവും ഒരു വളരെ സ്വാധീനിച്ച ഒരു കഥാപാത്രമാണ് മണ്ഡോദരി. രാക്ഷസ രാജാവായ രാവണന്റെ പത്നി ആയിരുന്നിട്ട് കൂടി രാവണന് നേർവഴി പറഞ്ഞു കൊടുക്കുകയും സീതയെ തട്ടിക്കൊണ്ടുവന്ന സമയത്ത് രാമനെ സീതയെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി ഭർത്താവിനെ ഉപദേശിക്കുകയും ചെയ്തൊരു സ്ത്രീരത്നമാണ് മണ്ഡോദരി. എല്ലാ അറിവുകളും ബുദ്ധികൂർമ്മതയുമുള്ള സ്ത്രീ തന്നെയായിരുന്നു മണ്ഡോദരി. അവസാന കാലത്ത് രാവണനെ വധിക്കണമെങ്കിൽ രാമന്റെ അസ്ത്രം രാവണന്റെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് പതിച്ചാലാണ് അത് സംഭവിക്കുക എന്നുള്ള രഹസ്യം കൂടി മണ്ഡോദരിയാണ് വിഭീഷണന് പറഞ്ഞു കൊടുത്തത്. ധർമ്മത്തിന്റെ കൂടെ നിൽക്കാനുള്ള അവരുടെ ഒരു തൻ്റെ അതാണ് അവിടെ കാണുന്നത്. പിന്നെ രാമായണത്തിൽ കാണുന്നത് കുറച്ച് രാക്ഷസീയ ഭാവമുള്ള കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങളാണ്. താടക, ത്രിജട, പിന്നെ ശൂർപ്പണഖ. അപ്പോൾ എൻ്റെ ഒരു അനുമാനത്തിൽ തോന്നുന്നു, അതായത് നന്മകളുള്ള സ്ത്രീകളൊക്കെ നന്മകൾ കൂടുതലുള്ള സ്ത്രീകളൊക്കെ സൗന്ദര്യവതികളായിട്ടുള്ള രൂപഭംഗികളോടുകൂടിയുള്ള സ്ത്രീകളായിട്ടും തിന്മകൾ കൂടുതലായിട്ടുള്ള സ്ത്രീകളെ രാക്ഷസീയ ഭാവമായിട്ടുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താടക, ത്രിജട, ശൂർപ്പണഖ ഇവരൊന്നും സൗന്ദര്യവതികളല്ല രാമായണത്തിലെ കഥാപാത്രങ്ങൾ. അതിൽ ത്രിജട രാവണൻ സീതയെ അപഹരിച്ച് അശോകവനിയിലിരുത്തിയ സമയത്ത് സീതയ്ക്ക് സാന്ത്വനമായി വന്ന സ്ത്രീയാണ് ത്രിജട. അതായത് രാക്ഷസകുലത്തിലും നന്മകളുള്ള സ്ത്രീകൾ ഉണ്ടാവാം എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമായിരുന്നു ത്രിജട എല്ലായ്പ്പോഴും സീതയ്ക്ക് സാന്ത്വനം നൽകി, ധൈര്യം നൽകി സീതയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. രാവണന്റെ സഹോദരനായ വിഭീഷണന്റെ പുത്രിയുമായിരുന്നു ത്രിജട. ശൂർപ്പണഖ ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് ഒരു സ്ത്രീ എന്തൊക്കെ ചെയ്യാം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നൊരു കഥാപാത്രമാണ് ശൂർപ്പണഖ. വനവാസകാലത്ത് കാണുന്ന രാമനോടും ലക്ഷ്മണനോടും താല്പര്യം തോന്നിയ അവൾ അത് അവരോട് തുറന്നു പറയുകയും അവരത് സമ്മതിക്കാത്ത സമയത്ത് സീതയെ ആക്രമിക്കാൻ പുറപ്പെടുന്ന സമയത്താണ് ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്കുമുലയും ഛേദിച്ചു കളയുന്നത്. അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് ശൂർപ്പണഖ രാവണന്റെ അടുത്തും മാരീചന്റെ അടുത്തും പോയി സങ്കടം പറഞ്ഞിട്ട് ഒരു രാമരാവണ യുദ്ധം തന്നെ ഉണ്ടാക്കുന്നു. അത്രയും ഇച്ഛാശക്തിയുള്ള ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രമാണ്. പിബരേ രാമരസം. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ലക്ഷ്മണോപദേശം. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്വിതനായി ചൊന്നാൻ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ.
ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢമാനന്ദമരുൾ ചെയ്തിതു വഴി പോലെ. കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവാൻ അമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവാൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. ജ്ഞേയമായുള്ള പരമാത്മനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദിവസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നതു നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായയ്ക്കെന്നറിക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക. അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തം അവിദ്യാരൂപമതും സംഘാതിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേ ആനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജകണ്ഠത്തിങ്കലെ പന്നകബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട. ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം. ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ. ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കുകിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല. രണ്ടുമൊന്നത്രേ നൂനം ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞന്മാരല്ലോ. മാനവുണ്ടമ്പം ഹിംസവക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം. അന്യക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ മന്യുഭാവവും മകളെ കളഞ്ഞനുദിനം. ഭക്തി കൈകൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധികളും സഹിച്ചു സമബുദ്ധ്യ മന്യുഭാവവും മകളെ കളഞ്ഞനുദിനം. ഭക്തി കൈകൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദസ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കിത്തൻ മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമാഭാവനയോടും സർവാത്മാവാകും എങ്കിലുറച്ച മനസ്സോടും സർവദാ രാമരാമേത്യമിത ജപത്തോടും പുത്രധരാർത്ഥദിഷു നിസ്നേഹത്വവും ചെയ്തു സക്തിയുമൊന്നെങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിഭക്ത ശുദ്ധസ്ഥലേ വസിക്കേണം. പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തേ പരമാത്മജ്ഞാന തൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളിലും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും
അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും മാനസേ വികൽപ്പങ്ങൾ ഏതുമേയുണ്ടാകല്ല. ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹ പ്രാണബുദ്ധി അഹങ്കാരം. മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൽപ്പതു ചിദാത്മാവു ശുദ്ധമവ്യക്തം ബുദ്ധം തൽപദാത്മാ ജ്ഞാനിഹ ത്വൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്ന വഴി പോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ. ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടുതന്നെ. ജ്ഞാനിതെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ സർവസത്വാന്തർഗത പരിച്ഛേദ്യനല്ലോ. ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശനജ നഖിലധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യൂപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനാം ജ്ഞാനമാചാര്യശസ്ത്രൗ ഘോപദേശൈക്യജ്ഞാനം ആത്മനോരേവം ജീവപരയോർമൂലവിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോഴുള്ളൊരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാമോ വന്നേ. ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപമിതുമുള്ള വണ്ണമേ പറവാനും ഇതറിവാനുമുള്ളം നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ. മൽഭക്തിയില്ലാതവർക്കെത്രയും ദുർലഭം കേൾ. മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകിലും കാൺമതിന്നുണ്ടു പണി. രാത്രിയിൽ നിന്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴിയറിഞ്ഞിടാവിധവണ്ണമേ ശ്രീരാമഭക്തിയെന്നുണ്ടാകിലേ കാണായി വരൂ. ഭക്തനു നന്നായി പ്രകാശിക്കുമാത്മാവു നൂനം ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ. മൽഭക്തന്മാരോടുള്ള നിത്യസംഗമമതും മൽഭക്തരെ കനിവോടു സേവിക്കുന്നതും ഏകാദശ്യാദിവ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചു കൊള്ളുകയുമത. പൂജനം വന്ദനം ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നി വിപ്രാണം കൊടുക്കയുമത. മൽകഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുത മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതെയൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ. ഭക്തിയുക്തനു വിജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാലുക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ. വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചീലെന്നാകിലും വക്തവ്യമവനോടു വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസ ശ്രദ്ധയുക്തനാം മർത്യനിതു നിത്യമായി പാഠം ചെയ്കില ജ്ഞാനമകന്നു പോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. പിബരേ രാമരസം ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമജയം. ശ്രീ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ ബാലകാണ്ഡത്തിലെ അഹല്യയ്ക്ക് കിട്ടിയ ശാപമോക്ഷവും എന്നതാണ് ഇവിടുത്തെ കഥാതന്തു. ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി അയോധ്യ രാജധാനിയിലേക്ക് എത്തി. രാജാവിൻ്റെ വരവ് കണ്ടപ്പോൾ ദശരഥ മഹാരാജാവിന് ആദ്യം കുറേ സന്തോഷമുണ്ടായെങ്കിലും പിന്നീട്
എന്തിനാണ് വരവ് എന്ന് മനസ്സിലാക്കാതെ വിഷമം തോന്നുകയും ചെയ്തു. മനസ്സിലെ വിഷമം കാണിക്കാതെ അദ്ദേഹം വളരെ സന്തോഷവാനായി അർഘ്യവാദ്യാദികൾ കൊണ്ട് പൂജ ചെയ്ത് നല്ല ഭക്ഷണങ്ങളെല്ലാം കൊടുത്ത് അദ്ദേഹത്തെ ആനയിച്ചിരുത്തി. തൻ്റെ വരവിൻ്റെ ഉദ്ദേശം ഉടനെയൊന്നും വിശ്വാമിത്ര മഹർഷി പറഞ്ഞില്ല. സംസാരത്തിനിടയ്ക്ക് എന്തിനാണാവോ മഹർഷി വന്നതെന്ന് ദശരഥ മഹാരാജാവിന് ഉള്ളിലെ ഒരു ഭയം ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം അത് മുഖത്ത് കാട്ടിയില്ല. വിശ്വാമിത്ര മഹർഷി സംസാരത്തിനിടയ്ക്ക് തൻ്റെ ആഗമനോദ്ദേശം പറഞ്ഞു. താൻ എല്ലാ അമാവാസി ദിവസവും പിതൃക്കൾക്ക് വേണ്ടി ദേവതകൾക്ക് വേണ്ടി ഒരു യാഗം ചെയ്യാറുണ്ട്. ആ യാഗം ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആ യാഗം മുടക്കാനായിട്ട് രാക്ഷസ ഗണങ്ങളായ സുബാഹുവും മാരീചനും മറ്റുള്ളവരും കൂടി ശല്യം ചെയ്യുകയാണ്. എൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി അങ്ങയുടെ മകനായ ശ്രീരാമനെ എൻ്റെ കൂടെ പറഞ്ഞയക്കാനാണ് എൻ്റെ ആഗമനോദ്ദേശം. രാജാവ് വളരെ വിഷണ്ണനായി. ഉടനെ തൻ്റെ ഗുരുവായ വസിഷ്ഠ മഹർഷിയോട് വിവരം അന്വേഷിച്ചപ്പോൾ ഒന്നുകൊണ്ടും ഭയക്കേണ്ട, മഹർഷിയുടെ കൂടെ മക്കളെ അയച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാമനെയും ലക്ഷ്മണനെയും കൂട്ടി മഹർഷി പോകുന്ന വഴിക്ക് സുബാഹുവിനെ നിഗ്രഹം ചെയ്തു ശ്രീരാമൻ. മാരീചൻ അവിടെ നിന്ന് ഓടിപ്പോയി. വഴിക്ക് വെച്ച് താടകയെയും നിഗ്രഹം ചെയ്തു. അങ്ങനെ മിഥില രാജധാനിയിൽ സീതാവിവാഹം നടക്കുന്നുണ്ട് എന്ന് വിശ്വാമിത്ര മഹർഷി ബാലന്മാരോട് പറഞ്ഞു. അവിടെ ത്രയംബകം എന്ന വില്ലു കുലയ്ക്കുന്നവർക്ക് മാത്രമേ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് ജനക മഹാരാജാവ് വിജ്ഞാപനം നടത്തി. എന്നാൽ നമുക്ക് അതൊന്നുകൂടി അവിടെ കൂടി പോവാമെന്ന് പറഞ്ഞ് കുമാരന്മാരെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് മനോഹരമായ ഒരു ആശ്രമം കണ്ടു. സസ്യലതാദികൾ കൊണ്ടും പുഷ്പങ്ങളെ കൊണ്ടും പഴങ്ങളെ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ആശ്രമം. ഗംഗാനദിയുടെ തീരത്ത് ഇത്രയും മനോഹരമായ ഒരു ആശ്രമം എങ്ങനെയാണ് വന്നതെന്ന് ശ്രീരാമൻ മഹർഷിയോട് ചോദിച്ചു. അതൊരു കഥയാണ് കുമാര. ഇവിടെ ഗൗതമ മഹർഷിയുടെ ആശ്രമമാണ് ഇത്. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി പർണശാല കെട്ടി താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം ബ്രഹ്മാവ് അതുവഴി വരുവാനിടയായി. ബ്രഹ്മാവിന് ഗൗതമ മഹർഷിയുടെ സൽസ്വഭാവവും സൽപ്രവൃത്തിയും കണ്ട് തൻ്റെ മകളായ അഹല്യയെ വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് മോഹമുണ്ടായി. അങ്ങനെ അദ്ദേഹം തൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുത്തു. അവിടെ കുറേ കാലം സന്തോഷസമേതനായി അഹല്യയും ഗൗതമ മഹർഷിയും കഴിഞ്ഞു. ഒരു ദിവസം ആ വഴി ദേവേന്ദ്രൻ പോകാനിടയായി. ആശ്രമവാദിക്കൽ സുന്ദരിയായ അഹല്യയെ കണ്ടപ്പോൾ ദേവേന്ദ്രനെ മോഹമുദിച്ചു. തനിക്ക് അഹല്യയെ പ്രാപിക്കണമെന്ന് തോന്നി. അദ്ദേഹം ആശ്രമത്തിൻ്റെ അടുത്ത് രാത്രിയാവുന്നത് വരെ നിന്നു. രാത്രിയായപ്പോൾ രാത്രിയായി പ്രഭാതമാവുന്നതിന് മുമ്പ് പ്രഭാതമായി എന്ന് അറിയിക്കുന്നതിനുള്ള കോഴി കൂവുന്ന ശബ്ദമുണ്ടാക്കിയപ്പോൾ പ്രഭാതം ആയി എന്ന് വിചാരിച്ച് ഗൗതമ മഹർഷി പ്രഭാതവന്ദനത്തിനായി ഗംഗാനദിയുടെ തീരത്തേക്ക് പോയി. ആ സമയം വേഷപ്രച്ഛന്നായി ഗൗതമ മഹർഷിയുടെ വേഷം കെട്ടി അഹല്യയുടെ അടുത്തേക്ക് ദേവേന്ദ്രൻ വരികയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ സമയമൊന്നും ആയില്ലല്ലോ എന്ന് വിചാരിച്ച് ഗൗതമ മഹർഷി തിരിച്ച് ആശ്രമത്തിലേക്ക് കയറുമ്പോൾ ദേവേന്ദ്രനെയാണ് കണ്ടത്. തൻ്റെ വേഷം കെട്ടി നിൽക്കുന്ന ദേവേന്ദ്രനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ ദേഷ്യം വന്നു. നീ ആരാണ്? നാണമില്ലാത്ത നീ ആരാണ് എന്ന് ചോദിച്ച് അദ്ദേഹത്തെ ശപിച്ചു. ഉടനെ ദേവേന്ദ്രൻ തൻ്റെ സ്വയം രൂപത്തെ കാണിച്ച് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. മാപ്പപേക്ഷിച്ചപ്പോൾ നീ സ്ത്രീ ലംബടനായി പോകട്ടെ, നിനക്ക് സ്ത്രീജിതനാവട്ടെ എന്ന് പറഞ്ഞ് ശാപം കൊടുത്തു. ആശ്രമത്തിനകത്തേക്ക് കയറി ചെന്നപ്പോൾ അലലോലെ നിന്ന് വിറയ്ക്കുന്ന അഹല്യയെ കണ്ടപ്പോൾ ഗൗതമ മഹർഷിക്ക് കൂടുതൽ ദേഷ്യം വന്നു. സ്ത്രീ ജനങ്ങൾക്ക് ശാപമായവളെ,
നീ ജീവിക്കുന്നത് വളരെ നീചമായ പ്രവൃത്തിയാണ് നീ ചെയ്തത്. നീ ഒരു കല്ലായി മാറട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. വേനലും മഞ്ഞും മഴയും കൊണ്ട് നീ 12 വർഷം എന്ന് പറഞ്ഞാൽ അനവധി വർഷം ഇവിടെ നീ നിൽക്കുക ഒരു കല്ലായിട്ട്. ഹിംസജന്തുക്കളൊന്നും തന്നെ വേട്ടയാടാനൊന്നും വരികയില്ല. ശ്രീരാമദേവൻ ഈ വഴി വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാൽപാദമേറ്റാൽ നിനക്ക് പൂർണ്ണരൂപം കിട്ടും എന്ന് പറഞ്ഞു. അതാണ് ഈ ശില എന്ന് പറഞ്ഞ് ശ്രീരാമന് മഹർഷി കാണിച്ചു കൊടുത്തു. ശ്രീരാമദേവൻ തൻ്റെ പാതാരബന്ധങ്ങൾ കൊണ്ട് അഹല്യയെ പാദസ്പർശനം ഏൽപ്പിച്ചപ്പോൾ സുന്ദരിയായ അഹല്യ വീണ്ടും എഴുന്നേറ്റ് നിന്ന് പിന്നീട് വിവരങ്ങളെല്ലാം അറിഞ്ഞ ഗൗതമ മഹർഷി തിരിച്ചു വന്ന് തൻ്റെ ഭാര്യയെ സ്വീകരിക്കുകയും ഒരുപാട് കാലം സുഖിച്ച് താമസിക്കുകയും ചെയ്തു. പിബരേ രാമരസം ധ്യാനം. ധ്യായേദാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീധാമുഖകമലമിളലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം തദതമുരുജടാ മണ്ഡലം രാമചന്ദ്രം. ശ്രീരാം ജയ രാം ജയ ജയ രാം. ശ്രീരാം ജയ രാം ജയ ജയ രാം. ശ്രീരാം ജയ രാം ജയ ജയ രാം. ദശരഥനന്ദന രാമ രാം. ദശമുഖമർദ്ദന രാമ രാം. പശുപതിരഞ്ജന രാമ രാം. പാപവിമോചന രാമ രാം. മണിമയഭൂഷണ രാമ രാം. മഞ്ജുളഭാഷണ രാമ രാം. സീതാവല്ലഭ രാമ രാം. സൗമിത്രിസഹിത രാമ രാം. ശബരീപൂജിത രാമ രാം. സാധുജനാശ്രയ രാമ രാം. മനുകുലപുംഗവ രാമ രാം. മാരുതിസേവിത രാമ രാം. രണജയ രക്ഷക രാമ രാം. രാക്ഷസഘാതക രാമ രാം. സത്യപരാക്രമ രാമ രാം. നിത്യനിരഞ്ജന രാമ രാം. ശ്രീരാം ജയ രാം ജയ ജയ 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 രാം. പിബരേ രാമരസം
रसने पिबरे